അവര് നിന്നോട് എന്ത് മോശമായിട്ട് പെരുമാറിയെന്നാ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നിനക്ക് തോന്നില്ല? ചെക്കപ്പ് സമയത്ത് അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ലല്ലോ. മാസമുള്ള ഈ കുരിശ് ഒന്ന് ഒഴിവാക്കി തരാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ ആ തള്ള എന്റെ മുഖത്ത് നോക്കി രോഞ്ഞ ചിരി. എന്നിട്ട് പറയുവാ നാപ്കിനൊക്കെ ഇപ്പോ സർക്കാർ ഫ്രീ ആക്കിന്ന്. എന്താ അവരാ പറഞ്ഞതിന്റെ അർത്ഥം? അത് വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരു കുടുംബത്തിലെ ആളാ ഞാനെന്ന്. അങ്ങനെയല്ലേ ഡാഡി? അവരുടെ ചീഞ്ഞ കോമഡി കേട്ട് നിനക്കും ചിരി വരുന്നുണ്ടോ? അവരായതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. ആ ഡോക്ടറുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മടല് വെട്ടി നിന്നെ അടിച്ചേനെ. അത്രയ്ക്ക് ഊള ചോദ്യമല്ല നീ അവരോട് ചോദിച്ചേ? നിനക്കേ എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കൊന്നല്ല, ആർക്കും. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ നല്ലോണം പേടിച്ചു. അതുകൊണ്ടാ ഇന്ന് എന്നെ ഡോക്ടറെ കാണുമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ നോക്കിയാ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം നിന്റെ തോന്നലാ, അല്ലെങ്കിൽ പേടി. അപ്പോൾ നിന്റെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. എന്നെപ്പോലെ, നമ്മുടെ അമ്മമാരെ പോലെ, മറ്റു ഫ്രണ്ട്സിനൊക്കെ പോലെ, നമ്മൾ ഇന്ന് കണ്ട ഡോക്ടറെ പോലെ നീ ഒരു പെണ്ണാണ്. ഗർഭം ധരിക്കാനും പ്രസവിക്കാനും. എനിക്ക് കേൾക്കണ്ട. ഐ ഹേറ്റ് ഇറ്റ്. അപ്പോ നോക്കുമാളൂ, എന്റെ മനസ്സെന്താന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയില്ല. ഒരിക്കലും ഒരു കൗൺസിലിങ്ങിനും എന്നെ തിരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. കാരണം എന്റെ മനസ്സ് ഓരോ ദിവസവും ഓരോ നിമിഷവും ആണായി മാറിക്കൊണ്ടിരിക്കുക. ഈ പെണ്ണിന്റെ ശരീരത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം എന്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അത് അനുഭവിച്ചാലേ അറിയൂ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇനി വയ്യ. സത്യമായിട്ടും എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല മാളു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. അപ്പോ നീ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ മനസ്സിനെ ചവിട്ടി താഴ്ത്തി പെണ്ണായിട്ട് തന്നെ തുടരാം. നിന്നെയും വീട്ടുകാരെയും സൊസൈറ്റിയും ഒക്കെ ബോധ്യപ്പെടുത്തി ജീവിക്കാം. പക്ഷെ അതൊരു വെറും ജീവിതമായി പോകുമാളൂ. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വെച്ചിരിക്കുന്ന ബൊമ്മകളെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ബൊമ്മ ജീവിതം. സെൽഫ് റെസ്പെക്റ്റോ ഒന്നുമില്ലാത്ത, എന്നോടും എല്ലാവരോടും കള്ളം പറഞ്ഞൊരു ജീവിതം. ഒടുവിൽ ആ പ്രഷർ താങ്ങാനാവാതെ ഞാൻ സ്വയം മരിക്കേണ്ടി വരും. അത് ഉറപ്പാ. എനിക്കറിയില്ല മാളു, എന്റെ മനസ്സ് എങ്ങനെയൊന്ന് നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്തൂന്ന്. എടി, ഈ തീയിലിരുന്ന് പഴുക്കുന്ന ഇരുമ്പ് കഷ്ണമില്ലേ, പഴുത്ത് അതങ്ങ് റെഡ് ഹോട്ട് ആവില്ലേ? അതുപോലൊരു ചുവന്ന തീക്കട്ടയുടെ ചൂട് എൻ്റെ ഉള്ളിൽ താങ്ങാൻ പറ്റില്ല. ചിലപ്പോ തോന്നും എല്ലാം ഊരിയെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണോന്ന്. അത്രയ്ക്ക് പ്രഷറാണ് മാളു. ഇത്രയും നാളും അത് ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിച്ച് ഇനി വയ്യടി. നമുക്കിതൊക്കെ വീട്ടിൽ പറഞ്ഞാലോ? അപ്പോ നോ, ഇപ്പൊ ഇതൊന്നും ആരും അറിയരുത്. കുറച്ചു കാലം കൂടി ഇങ്ങനെ പോട്ടെ. അധികം വൈകാതെ ഇതെല്ലാവരും അറിയിക്കേണ്ടി വരും. അതിനു മുമ്പ് മെന്റലി എനിക്കൊന്ന് സെറ്റ് ആവാനുണ്ട്. ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ മാളു, എനിക്കറിയേണ്ടത് നിന്റെ സ്റ്റാൻഡാ. ആരൊക്കെ എതിർത്താലും പിണങ്ങിപ്പിരിഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഒരു മോറൽ സപ്പോർട്ട് മാത്രമല്ല നിന്നിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ലൈഫ് ലോങ് സപ്പോർട്ട്. ഉറപ്പിക്കല്ലോ അല്ലേ? ആരൊക്കെ തള്ളി പറഞ്ഞാലും
നീ എന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. അതാണ് എന്റെ ധൈര്യം. നമുക്ക് പോവാം. അപ്പോ ഇറങ്ങിയിട്ട് കുറെ ആയില്ലേ, എല്ലാരും ആകെ വിഷമിക്കുന്നുണ്ടാവും. ബാ പോവാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാനായിട്ട് ഇതൊക്കെ തുറന്നു പറയുന്നത് വരെ ആരും ഒന്നും അറിയാൻ പാടില്ല. കേറ്. ഇല്ല അഞ്ജലി, ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് ഇനി കാണാൻ ചെന്നാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ജോലിക്ക് അത് പറ്റില്ലല്ലോ. ഇന്നത്തെയും നാളത്തെയും ഹോളിഡേയ്സ് കൂടി ചേർത്ത് ഞെക്കിപ്പിഴിഞ്ഞ് 4 ദിവസത്തെ ലീവാ മാനേജർ സാങ്ഷൻ ചെയ്തത്. അതിൻ്റെ ഇടയിൽ വീട്ടിലെ ചില ഇഷ്യൂസ്. ഹേയ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമുക്കതൊക്കെ മതിയല്ലോ ഭ്രാന്ത് പിടിക്കാൻ. നോക്കട്ടെ, ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ മാനേജറെ കണ്ടിട്ട് പറയാം. ശരി അഞ്ജലി, ഞാൻ വിളിക്കാം. ആരാ? മാളവികയുടെ മദറല്ലേ അശ്വതി? അതെ, വരൂ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കിഷോർ രാധാകൃഷ്ണൻ, ഒരു NRI. നാട്ടിൽ വെഞ്ഞാറുമൂടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതെന്റെ മിസ്സസ് അപർണ. ഹായ്. ഇത് ഇവളുടെ ബ്രദർ അരുൺ ഭാസ്കർ. നമസ്കാരം. അരുണും മാളവികയും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ഓ, മിസ്റ്റർ മുരളീകൃഷ്ണൻ. മുരളിയേട്ടനുണ്ട്, പുറത്തേക്ക് പോകാൻ റെഡിയാവാ. ആ. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഞാൻ മുരളിയേട്ടനെ വിളിക്കട്ടെ. അതെ, ഉടനെ ഒന്നും ചാടിക്കേറി പറയാൻ പോകണ്ട. പറ്റിയൊരു മൂടുണ്ടെങ്കിൽ മാത്രം പ്രസന്റ് ചെയ്താൽ മതി. അയ്യോടാ, ചെറുക്കന്റെ ധൈര്യമല്ല ആവിയായി പോയല്ലോ. അതെ, കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് കിഷോർ ഏട്ടൻ തീരുമാനിച്ചോളൂ. നീ വാ.